إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فيا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശനത്തെ ജീവിതത്തെ ಪ್ರತಿಯೊಬ್ಬರ ಹಂತದಲ್ಲೂ ಪಾಲಿಸಿದ್ದು ಮುತ್ತಕ್ಕಿಯಲ್ಲಿ ജീവിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനചര്യയിൽ ഞങ്ങളുടെ ലൈഫിൽ മാതിരിക്ക് എടുക്കുന്നു. സ്വന്തത്തെ മറക്കാത്ത എല്ലാ ഓരോ നഫ്സിനും വസിയത്തായി നൽകില്ല ഉപദേശിച്ചില്ല. ക്രിസ്ത്യന്റെ സഹോദര സഹോദരിമാരെ, ഇസ്ലാമിലെ അടിപ്പായ അതേറ്റിക്കൽ തൗഹീദ് ചൊല്ലരുത്. ഇസ്ലാമിലെ ഒന്നാമത്തെ പില്ലറായിട്ട് തൗഹീദ് ചൊല്ലരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അതിന് മുന്നിൽ വന്നതായത്തെ മുർസൽമാർ നബിമാർ ഇങ്ങെല്ലാവരും വസ്തു വന്ന് ചൊന്നതായത്തെ പല കൈറ്റിക്കൽ തൗഹീദ് വിഷയിട്ടിരിക്കണം. സൂറത്തിലും ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ് വാഗ്ദാനമാക്കിയത്തെ വിഷയം തൗഹീദ് ആയിരിക്കും. സൂറത്തുൽ ഖുർആനിലെ 3 ചൊല്ലുന്നു അറിയപ്പെട്ടതായത്തെ സൂറത്തുൽ ഇഖ്ലാസ് അത് തൗഹീദ് ആയിരിക്കും. ഉമ്മുൽ ഖുർആൻ ചൊല്ലുന്ന അറിയപ്പെട്ടതായത്തെ സൂറത്തുൽ ഫാത്തിഹ അതും തൗഹീദ് ആയിരിക്കും. ആയത്തുൽ കുർസി ഇതും തൗഹീദ് ആയിരിക്കും സഹോദരന്മാരെ. അതേപോലെ അല്ലാഹുവിന്റെ ഈ ഭവനം, അല്ലാഹുവിന്റെ ഈ പള്ളി, അല്ലാഹുവിന്റെ ഈ മസ്ജിദ് അത് തൗഹീദിനെ നിലനിർത്താനുള്ള ഒരു ജാഗരിക്കണം. ഖൈറുൽ ബിഖാൽ മസ്ജിദ് വശറുൽ ബിഖാൽ അസ്വാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാരെ ഇഷ്ടമുള്ള ജാഗരിക്കരുത് അത് പള്ളി ചൊല്ലരുത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാരെ ഇഷ്ടമില്ലാത്ത ജാഗരിക്കരുത് അസ്വാഖ് അത് അങ്ങടി ഇരിക്കരുത്. কিন্তু അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അപ്പോൾ പള്ളി ചൊല്ലരുത് അത് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്നതായിട്ട് ജാഗരിക്കണം. എന്തിരിക്കണം മസ്ജിദ് ചൊല്ലുന്നതായിട്ട് അറബിയിലെ മസ്ജിദ് ചൊല്ലുന്നതായിട്ട് എന്തിരിക്കണം സുജൂദിട്ടായിട്ട് ജാഗരിക്കണം. അറബിയിൽ സജ്ജദ യസ്ജുദു മസ്ജിദ് സുജൂദിട്ട് ജാഗരിക്കണം. അറബിയിൽ മസ്ജിദ് ചൊല്ല്. സഹോദരന്മാരെ, പള്ളിയിൽ കാലിനങ്ങ സുജൂദ് മാത്രമല്ല ഇത്. പള്ളിയിൽ റുകൂഉണ്ട്, പള്ളിയിൽ ഖിയാമുണ്ട്, പള്ളിയിൽ ഖിറാഅത്തുൽ ഖുർആനുണ്ട്. ആയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദ് സുജൂദിനെ ഉദ്ദേശിച്ച് ചൊല്ലുന്ന കാരണം എന്താണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അക്രമു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു സത്യവിശ്വാസി, ഒരു അബ്ദ്, അല്ലാഹുവിന്റെ ഒരു അടിമ, അല്ലാഹുവിനെ ഒട്ടിಗೆ ചുമ്മ മുക്തവരെ എപ്പോൾ ചെന്നിട്ടായത് അത് ഒന്ന് സുജൂദിലേക്ക് പോയിരിക്കണം. അല്ലാഹു യാരെ കുറിച്ചുള്ളത് അത് സുജൂദിലേക്ക് പോയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു
ഇന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദാ. ഇന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹു സബ്ഹാനഹു മസാജിദ് സുജൂദിലുള്ള പള്ളി അത് അല്ലാഹുവിന്റെ, അത് അല്ലാഹുവിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ചൊല്ലി രണ്ട് വിഷയത്തിലേക്ക്, ഒന്ന് ദാത്തിലെ വിഷയത്തിലേക്ക്, അല്ലാഹുവിന്റെ ദാത്തിലെ വിഷയം, അതായത് യദുല്ലാഹ് വജ്ഹുല്ലാഹ്, ഇതേക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഖുർആനിൽ. ഇന്നൊരു വിഷയത്തിൽ തഅലീമുല്ലാഹ്, അതായത് അല്ലാഹു യാറും നമുക്ക് ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുന്നതായിട്ട് ഒരു വിഷയത്തിലേക്ക് അല്ലാഹുവിന്റെ പേര് ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ട് വളരെയിരിക്കുന്നത്. അതിലൊന്നായിട്ട് മസ്ജിദുല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി, അല്ലാഹുവിന്റെ ഭവനം ചൊല്ലുന്നതായിട്ട് പറയാം. അപ്പൊ നമുക്കൊരു പള്ളി ചൊല്ലത്, ഒരു സത്യവിശ്വാസിക്ക് പള്ളി ചൊല്ലത് കാലി 5 വക്ത നിസ്കാരത്തിൽ മാത്രമല്ല, ഒരു സത്യവിശ്വാസി ആവുന്നതായെങ്കിൽ പള്ളിയുടെ പ്രതി ഒരു കാര്യക്രമത്തിനും പള്ളിയുടെ പ്രതി ഒരു പ്രോഗ്രാമും അവനുണ്ടാവണം. ഭാഗ്യമാവുന്ന നേരായ സത്യവിശ്വാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യ. തീർച്ചയായിട്ടും മസാജിദ് ചൊല്ലത്, മസ്ജിദ് ചൊല്ലത് അത് അല്ലാഹുവിലേക്ക്, അതിക്ക് വേറെ ആരുമില്ല. ഇന്ന് കുറെ ആളുമാർ ചിലപ്പോ ഒരാൾ ഇല്ലെങ്കിൽ ഒരു കൂട്ടാളുമാർ ഇത് പള്ളിയാക്കിട്ട് പോവാർ, ഇല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് കമ്മിറ്റി പള്ളിയാക്കിട്ട് മാത്ര. ആ പള്ളി അങ്ങനത്തല്ല, അത് അല്ലാഹുവിന്റെ പള്ളിയായിരിക്കും. ആ പള്ളികൾക്ക് അധികാരമില്ല, മാത്ര അതിനെ നിലനിപ്പാട്ടവും അതിന് നടപ്പാടും മാത്രം ജവാബ്ദാരില്ലേ, അല്ലെങ്കിൽ അതിന് അധികാരം എടുക്കും ഒരാൾക്കും ഇല്ല. നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ഹറമൈൻ രണ്ട് ഹറമായത്തെ മക്ക അതേപോലെ മദീനത്തിൽ രണ്ട് പള്ളിക ഇതിനെ ഇൻചാർജ് സൗദി ഗവൺമെന്റ്. ഈ സൗദി ഗവൺമെന്റിന് പോലും അവരുടെ അറബിയിൽ എന്ത് ചോദിച്ചത് ഖാദിമുൽ ഹറമൈൻ, സ്വർഗ്ഗ ആളുമാർ, സ്വർഗ്ഗ ആളുമാർ, ഇതിന്റെ ഹറമൈന്റെ സ്വർഗ്ഗ ആളുമാർ. അത്ര വലിയ ഗവൺമെന്റ്, അത്ര വലിയ പള്ളി ചൊല്ലിയതിനെ അങ്ങനെ സ്വർഗ്ഗ ആളുമാരുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ അതേപോലെ ഞങ്ങൾ പള്ളിയുടെ അധികാരിമാരല്ല, പള്ളിയുടെ അധികാരമുള്ളതായിട്ട് ആളുമാർ ഞങ്ങളല്ല. പള്ളിയുടെ അധികാരമുള്ള അല്ലാഹു മാത്രമായിരിക്കും. പള്ളിക്ക് ആറ് പറഞ്ഞു തീരുമാനം എടുക്കാനായത് ഞങ്ങളല്ല, അത് അല്ലാഹുവായിരിക്കും. സഹോദരന്മാരെ, പള്ളിക്ക് ഞങ്ങളെ ജവാബ്ദാരിക്കൂ, ആ ജവാബ്ദാരി മാത്രം ഞങ്ങൾ ആക്കാനായത്. അല്ലെങ്കിൽ പള്ളിയെ ഞങ്ങളെ കൺട്രോൾ, നാണിന്റെ മാത്രം പള്ളി നടക്കണു, നാണിന്റെ പള്ളി നടക്കത്തില്ല, അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇതൊരിക്കലും സമല്ല. പള്ളി അല്ലാഹുവിലേക്ക് സ്വത്ത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി ചൊല്ലുന്നത് അത് അല്ലാഹുവായിരിക്കും. അതിൽ പിന്നെ ചെന്നതായിട്ട് ഫലക ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. എത്ര നല്ല ഫലക. ഫലാ തദ്ഉ, നിങ്ങൾ എന്താ കൊത്തീര ദുആ കൊത്തീര മഅല്ലാഹി അഹദാ, അല്ലാഹുവൊട്ടിಗೆ വേറെ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ദുആ കൊത്തീര. ഓടെ പള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ വിളിച്ചു ചൊല്ല്, പള്ളിയിൽ മുക അത് അല്ലാഹുവായിരിക്കും. പള്ളി ചൊല്ല് അതിലുള്ള നിങ്ങൾ എന്താ കൊത്തീര അല്ലാഹുവൊട്ടിಗೆ വേറെ ഒരാളെ വിളിച്ചിട്ട് ദുആ കൊത്തീര എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ ചൊല്ലും ബാജറാവുന്ന ഒരു വിഷയം ഇന്നത്തെ ഞങ്ങളെ രാജ്യത്തെ പള്ളി എത്രയുണ്ട്, എത്ര പള്ളിക പള്ളിയിൽ ഉൾഗ വേണ്ടിക്കുണ്ട്. ദർഗ കബൂർ കെട്ടിട്ട് ഉയർത്തി വെച്ചതായത് കുറെ ദർഗുണ്ട്. എത്ര ഉണ്ട്, എത്ര ഉണ്ട് പൊങ്ങിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ലഅനല്ലാഹു യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അൻബിയാഹിം മസാജിദ. എന്തിനായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു അല്ലാഹു ശാപിട്ട് യഹൂദി വന്നസാറ, യഹൂദികൾക്കും അതേപോലെ ക്രിസ്ത്യാനികൾക്ക് താളുമാർ അല്ലാഹു ശാപിട്ട്. എന്തിന് ഇത്തഖദു ഖുബൂർ അൻബിയാഹിം മസാജിദ. അങ്ങനത്തെ അങ്ങനെ അമ്പിയാക്കന്മാരെ, അങ്ങനെ മഹാനായിക്ക് താൽമാര് അങ്ങനത്തെ അങ്ങനെ കബൂരെ ഉയർത്തിട്ട് അതിന് മേൽ പള്ളി കെട്ടിയാൽ, അതിന് മേൽ മസ്ജിദ് കെട്ടിയാൽ അതുകൊണ്ട് അല്ലാഹു ശാപം കൊണ്ട് തൊട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപാട്ടം പോയി. സഹോദരന്മാരെ, ഞങ്ങൾക്ക് പള്ളിയിൽ മുട്ടവേ പള്ളിയിൽ ഉൾഗമേ ദർഗാക്കിട്ട് അതിരൊട്ടിಗೆ കേൾക്കുന്നത്, അതിരൊട്ടിಗೆ പോയിട്ട് ഞങ്ങളുടെ ഇസ്തിഗാസന പോയിട്ട് അതിരൊട്ടിಗೆ സഹായിക്കട്ടെ ഒരു അവസ്ഥ ഞങ്ങളുടെ കറാവലി ഭാഗത്ത് ಯಾರು ഒരു സഹോദരന്മാരെ ചൊല്ലുമ്പോ ಬೇಜಾರಾಯ್ತು. ಆಯ್ತು ಇದು ಹಕ್ಕಾಯ್ತಿದ್ದಾರೆ, ഞങ്ങൾ ചൊല്ലണായിട്ട് ഫലക്കായിട്ടിದ್ದಾರೆ. ഇന്ന് ഞങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
കാലഘട്ടത്തിൽ പള്ളി അതേപോലെ കുബൂർ, അതായത് കബർ എങ്ങനെ നിശ്ചയിച്ചിട്ടായെങ്കിൽ മസ്ജിദ് നബവിയിലെ 1.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ജന്നത്തുൽ ബഖി അത്തരം ഡിസ്റ്റൻസ് കബറും അതേപോലെ പള്ളിയും. അത് പിന്നീട് പള്ളിയും വെള്ളേറ്റ് അതേപോലെ ജന്നത്തുൽ ബഖി വെള്ളേറ്റ് ഫോട്ടോ നിങ്ങൾ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ആ പള്ളിയും ആ കബർസ്ഥാനും. ಅದೇ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಒರ್ಕಲನಗಿಲ್ಲ ಅಲ್ಲಿರೋ ಮುಟ್ಟೈತೆ ಬರ ಒರ್ಕಲು ನಿಲ್ಚಿಟ್ಟ ಇಂದത്തെ അവസ്ഥ എന്തായിട്ടുണ്ട് അല്ലിರೋ ഉൾഗവേ ഇന്നതിലേക്കുണ്ട് ദർഗനായിട്ടുണ്ട് പുറമോത്തു ദർഗത്തിന് വേണ്ടിയിട്ട് പള്ളിക കെട്ടി വീഴ്ത്തുന്നുണ്ട്. സഹോദരന്മാരെ വലിയൊരു നഷ്ടത്തിലേക്ക് ഉല്ലേഖിച്ചു ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. സഹോദരന്മാരെ ഇന്നത്തെ ആളുമാരെ കുറെ പള്ളികൾ നിങ്ങൾക്ക് കാണാം മിമ്പർ മേലെ എഴുതിയിട്ടുണ്ട് ഈ ആയത്തിന് ഏത് فلا تدعوا مع الله احدا ചൊല്ലതായിട്ട് പോലത്ത വെള്ളായിട്ട് കാലിഗ്രാഫിയിൽ ഒരു പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ പള്ളിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായിട്ട് കലിമത്ത് വെള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അതേ പള്ളിയിൽ വെച്ചിട്ടുണ്ട് ഒരു നിമിഷത്തിലും റിഫായ് ചെയ്തിട്ടും അതേപോലെ ബദ്രീങ്ങളെ വെച്ചിട്ടുണ്ട് ദുആർത്തുള്ള സഹോദരന്മാരെ ഒരെല്ലാവരും മനസ്സിലാക്കിയിട്ടായെങ്കിൽ നിങ്ങൾ ചൊല്ലലാത്ത പള്ളിയിൽ ഈ ആയത്തിനെ എഴുതി വെച്ചിട്ട് പോലും കീർത്തിച്ചിട്ട് ഒരു പള്ളിയിൽ കോണിയിൽ പെട്ട സൂറത്തുൽ ഫാത്തിഹ ഓതാൻ ഒരു നാളും അതിൽ ഞാൻ ചൊല്ലിയിട്ട് പങ്കെടുക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ ഞാൻ നിന്നൊട്ടിಗೆ ಮಾತ್ರ കേൾക്കല നിന്നൊട്ടിಗೆ ಮಾತ್ರ ആരാധിക്കൽ ചൊല്ലുന്നതായിട്ട് ഫലക ഞാൻ ഡെയിലി ചൊല്ലുന്നതായിട്ട് ഫലകത് അതേ നിസ്കരിച്ച പിന്നെ വെച്ചിട്ട് ഒരു നിമിഷം റിഫായ് ചെയ്തിട്ട് ബിൽക്കിനെ സഹോദരന്മാരെ മുന്നോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അരബിൽ വന്ന് ആരെങ്കിലും കേട്ടിട്ടായെങ്കിൽ കൈഫൽ ഹാൽ ചെന്ന് ചൊല്ലാ ഖൈർ അൽഹംദുലില്ലാഹ് അല്ലേ. അതേപോലെ കണ്ണാട്ട് ബാംഗ്ലൂർ കേട്ടിട്ടായെങ്കിൽ ഞങ്ങളുള്ള അപ്പൊ ഞങ്ങൾക്ക് കുറേ കഷ്ടങ്ങൾ ചൊല്ലാ ഉഷാറില്ല അത് ഇത് അറബിൽ കേൾക്കുമെന്നേ അറബിലാണ് കേൾക്കുമെന്നേ ഖൈർ അൽഹംദുലില്ലാഹ് ഇതെന്താ പഠിച്ചോടത്തെ സൗദികളിൽ ഫൈസ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ചൊല്ലി. അതേപോലെ വേറെ കേൾക്കുമ്പോൾ ഒരേ ഒരു സമസ്യ ചന്ദ്രൻ പറക്കില്ല ഒരിക്കലും അതേപോലെ ഡിഗ്രി സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലുന്നു. അതേ നിസ്കാരം ചെയ്യുന്ന ഒരു നിമിഷത്തിലും അതേപോലെ റിഫായ് ചെയ്തിട്ടും അതേപോലെ ബദ്രീങ്ങൾ വെച്ചിട്ട് വർണ്ണിക്കുന്ന സമുദായം വലിയൊരു ത്വലാലത്തിലേക്ക് സമുദായം ഉല്ലേഖിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലാസ്റ്റ് കൊടുത്തതായിട്ട് വസിയത്ത് ഞങ്ങൾ കാണാം. لا تجعل قبر عيدا يا صحابه كما رسول صلى الله عليه وسلم കൊടുത്തിട്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ولا تجعل قبري عيدا എന്റെ ഖബറിനെ ഈദാക്കുക സംഭ്രമിക്കുന്നതായിട്ട് ഉറൂസ് പോലെ അതേപോലെ വലിയ ജാറായിട്ട് അങ്ങനത്തെ ഈദ് ആഘോഷിക്കുന്നതായിട്ട് കേന്ദ്ര എന്റെ ഖബറിനെ ആഘോഷിച്ചു സ്വഹാബാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് റസൂൽ അറിയിച്ചു. അതുമാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് കൈവെട്ട് അല്ലാഹുവോട് ദുആ ചെയ്തു അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. എന്നിട്ട് അല്ലാഹുമ്മ യാ റബ്ബേ ലാ തജ്അൽ ഖബ്രി എന്റെ ഖബറിനെ ആഘോഷിക്കുക വസനൻ യുഅബദ് ആരാധിക്കുന്നതായിട്ട് വിഗ്രഹാഘോഷിക്കുക എന്ന് சொல்றாரு. വിഗ്രഹത്തിന് അങ്ങനെ സ്കൂളിലെ ഒരു സ്റ്റാച്ചു ഒക്കെ നാമിട്ട് മാറിയിട്ട് ഇതേ വിഗ്രഹം കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല വിഗ്രഹം കബർ കെട്ടിട്ട് അതിലൊട്ടി കേൾക്കുന്നു അതും അവസാനം എട്ടിക്കരുത് അതും ഒരു വിഗ്രഹം എട്ടിക്കരുത് അതിന് പേര് പച്ച തുണിയിട്ടിട്ട് അതിലൊട്ടിക്ക് പറ്റി കേൾക്കരുത് അതും അവസാനം എട്ടിക്കരുത്. എനിക്ക് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഇന്ന് കുറെ ആളുമാർ കബർ സിയാറത്ത് കബറിട്ടു വേറെ വേറെ മോത്തും കബറിട്ടു ഇന്നത്തെ അൽക്കം എന്നെ കബർ സിയാറത്ത് എത്തിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ എത്തിക്കരുത് ആ പലക്കൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇന്നത്താക്കിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ ഇന്നത്തെ രാജ്യത്താന്മാർ യാരാക്കിയിട്ടുള്ള ഉണ്ട്. ഞങ്ങളുടെ രാജ്യത്തുള്ള കബർസ്ഥാൻ അതിന് പേര് പോൽ ഒരാൾമാർ നോക്കില്ല. ചുമ്മാ ദൂരം പോകണ്ട. ഞങ്ങൾ ബീച്ച് റോഡിൽ മിത്ത വഹിച്ചതായിട്ട് ജാഗ്രതയിലായിട്ട് കബർ പോലും അവിടെ പേര് പോലും ആർക്കും ಗೊತ್ತಿಲ್ಲ. അവിടെ ആ ദർഗത്തെ പേര് അവിടെ ആരും ഉല്ലേഖിച്ചു ഒരാൾക്കും ಗೊತ್ತಿಲ್ಲ. മറ്റാറ ചീനി കത്തുമാറ്റിയെന്നാറുള്ള ഈ പതിരെ നിങ്ങൾ ബില്ലാക്കി ഉപയോഗിക്കാൻ ആ റേറ്റിംഗ് കൊടുത്തോളൂ. കൽച്ചർ സമുദായത്തിൽ എത്താവുന്നത് ഇതിന് തുടങ്ങിയ ആൾ കൊടുക്കുന്ന സഹോദരന്മാരെ ഷിയാമാരെ സ്വഭാവമായിട്ടിക്കല് അങ്ങനെ ഇട്ടിക്കല് അങ്ങനെ അമ്പിയാക്കന്മാരെ അങ്ങനെ നേതാക്കന്മാരെ ഷിയമാരായിട്ടിക്കല് അലി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു കബർ കെട്ടിട്ട് വെള്ളിയാക്കിരായിട്ടിക്കല് അങ്ങനെ ഇട്ടിക്കല് അങ്ങനെ അതേ കൾച്ചർ ആയിട്ടിക്കല് ഇന്നത്തെ ഈ സമുദായ എത്താവുന്നതില്
ഞങ്ങൾ ഇങ്ങനത്തെ ഫിത്നത്ത് ഇങ്ങനത്തെ ആയെങ്കിൽ ഞങ്ങൾ ഇതിന് ദൂരാവും. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ കുറെ ആൾമാർ കബർ സിയാറത്ത് ചെയ്തു. ഇന്ന് മദ്രസത്തിൽ മക്കൾക്ക് ടൂർ ഒടുങ്ങി എല്ലാ കബർ സന്ദർശനം. ആർക്ക് വേണ്ടി സന്ദർശനം? രാജ്യത്തെ മൊഹല്ല കമ്മിറ്റി ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ട് പള്ളിയുടെ ആൾമാർ മുട്ടിന് ആൾമാർ ഒടുങ്ങി ഒരു കബർ സന്ദർശനം സിയാറത്ത്. പിന്നെ ഇത് യാരെ നടന്ന ഉള്ളിലായിട്ട് കാലഘട്ടത്തിൽ സഹോദരന്മാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഗൗരവമായിട്ട് ನನ್ನ ಚಂದನೆ ಫಲಕ ಇಟ್ಟಿದ್ದಾರೆ. لا تشد الرحال إلا إلى 3 مساجد. നിങ്ങൾ ഒരു പുണ്യ ഒരു നല്ലത് ആഗ്രഹിച്ചിട്ട് ഒരു പള്ളിക്ക് പോകുന്നീരാ 3 പള്ളി അല്ലാഹ്. ഈ 3 പള്ളി എല്ലാവരും പോകുന്നു. ഏത് പള്ളി? അതല്ലാത്ത ഒരു പള്ളിക്ക് പോലും നിങ്ങൾ കബർ സന്ദർശനം ഇല്ലെങ്കിൽ പള്ളി സന്ദർശനത്തിൽ പുണ്യ കിട്ട് ഞങ്ങൾക്ക് അതിലത്ത് നല്ലത് കിട്ടുന്നു ഓടാണ് ടൈം അതൊക്കെ തീരാശിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിപാടി തരുന്നു. ഇന്ന് ഞങ്ങളുടെ സമുദായം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സുബ്ഹാനല്ലാഹ് ഓർത്തോർച്ചിട്ടായെങ്കിൽ ഇന്ന് ചൊല്ലിലായി പല കേട്ടിട്ടാണ്. അജ്മീറിൽ 3 വട്ടം പോയ ടൈം ഉംറക്ക് പോലും അങ്ങനെ ആൾമാരിന്റെ ചൊന്നത്തില്ല. ഇങ്ങനത്തെ ദൊലാലത്തിലെ പല കേട്ടിട്ട് അതിന് നമ്പിട്ട് പാവപ്പെട്ടതായെങ്കിൽ ഈ മനുഷ്യന്മാർ ഇത് പോയിട്ടുള്ളാണ്. ദർഗ തൂറും എന്തിനെ വിഷയത്തിലെ എന്റെ സ്വറായിട്ടില്ല എന്റെ വിസൊന്നും സമാവുന്നുണ്ട്. ഇല്ലെന്തായെങ്കിൽ എന്റെ കഞ്ചായി വിറവുണ്ട് അവർക്ക് എത്തിട്ടേ ഇല്ല. അതിന് വിസ ദൂരം കൊണ്ട് ഇത്ര ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപാടി തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ക്ലിയർ ആയിട്ട് പരിപാടി തന്നു. ഞങ്ങൾക്ക് അതിൽ ഇല്ലെന്തായെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് സഹോദരന്മാർ ഉദ്ദേശിച്ചു ഞങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങൾ ഉണ്ടാക്കണം ചിന്തയായെങ്കിൽ ഞങ്ങളുടെ കീഴിൽ ആൾമാർക്ക് ഞങ്ങൾ എത്തുമാക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടി തന്നു. കുന്തും നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഖബർ സന്ദർശനം ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഞാൻ തടഞ്ഞിട്ടില്ല. ഖബർ സന്ദർശനം ഏതേ ഖബർ സന്ദർശിക്കും തീരാൻ ഇസ്ലാം ഫസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ റസൂൽ ചൊല്ലി ഫസൂറുഹ ഇപ്പണി കൽക്കനാണെന്നൊക്കെ ഖബറിനെ സന്ദർശിക്കൂ. എന്തിന്? ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. പിന്നെ വേറെ ഒരു റിവായത്ത് കാണാം ഫഇന്നഹാ തുദക്കിൽ മൗത. എന്തുകൊണ്ട് നീ ഖബർ സന്ദർശിക്കൂ? അവിടെ പോയിട്ട് ദർഗത്തിൽ പോയി കേൾക്കുകയല്ല. ഖബർ സന്ദർശനം ആകുന്നു. ഞങ്ങളുടെ ഫാമിലി ആരെയും കൊണ്ടാറുണ്ടായെങ്കിൽ ഞങ്ങളുടെ ചെങ്ങന്മാര് ആരെയും മറിച്ചാറുണ്ടായെങ്കിൽ എന്റെ അപ്പ ആരെയും മറിച്ചിട്ടായെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ആരെയും മറിച്ചാറുണ്ടായെങ്കിൽ കൂടെ പോയിട്ട് നമുക്ക് വേണ്ടി ദുആർക്കും. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നല്ല മൗത്തിനെ നെനപ്പാക്കുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തെ നെനപ്പാക്കുമായിട്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കൂ. അവിടെ പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മറിച്ചു പോയതായി ആൾമാരെ വിളിച്ചിട്ട് അങ്ങ് നോക്കിയിട്ട് ഈ ജാഗയിൽ കിടക്കുന്നുണ്ടല്ലേ ചൊല്ലുകയറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിപാടി. അതുകൊണ്ട് മാത്രം എന്താക്കൂ ഖബർ സന്ദർശിക്കൂ. അതല്ലാത്ത വേറെ ഉദ്ദേശം ഉണ്ടാക്കണ്ട. ഖബർ സന്ദർശിക്കോ പോകണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിപാടി തരുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ ഇന്നത്തെ സമുദായം ഖബർ സിയാറത്ത് ചെറിയ ചെറിയ മക്കളായിട്ട് ഒത്തെല്ലും അങ്ങ് ബുദ്ധിമില്ലാത്ത ആ ചെറിയ ചെറിയ മക്കളായിട്ട് ഇങ്ങനത്തെ എല്ലാം നോക്കി കുട്ടി പോയിട്ടില്ലേ? ഇങ്ങനത്തെ എല്ലാം നോക്കുന്നു ഖബർ സിയാറത്ത് സന്ദർശനം ആക്കൂ കുട്ടി പോയിട്ടില്ല. ആ മക്കൾക്ക് എന്ത് മനസ്സിലാത്ത ആ ചെറിയ ചെറിയ മക്കളായിട്ട് തലത്തിന്റെ ഉള്ളിൽ സഹോദരന്മാരെ വലിയൊരു അപകടത്തിലേക്ക് ഞങ്ങളുടെ സമുദായം ഉള്ളിച്ചുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു സഹോദരന്മാരെ. ഇതിനെ ഞങ്ങൾ പഠിച്ചിരിക്കുക. ഈ വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കുക. ഞങ്ങളുടെ സഹോദരന്മാർക്ക് എത്തുവാക്കണം. അങ്ങനെ ഞങ്ങൾ പോയി ചൊന്നു കൊടുക്കും. ഈ ദാവത്തിലെ ഞങ്ങൾ മാത്രം കേട്ടമ്മയാവില്ല. ഞങ്ങൾ ഇത് ധാരാളം വിഷയം എത്തുവാക്കണം. ഇതേ തൗഹീദിന്റെ ആശയ ഇത് കൈത്തിക്കൽ പള്ളി അള്ളാഹു ഞങ്ങൾക്ക് ആയി തന്നെ തൗഹീദിനെ പഠിക്കും. അതിന് പഠിപ്പാട് കൈത്തിക്കല് ഞങ്ങൾക്ക് അള്ളാഹുടെ പള്ളിയുള്ള ചെന്ന് ഞങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു ഞങ്ങൾ ആക്കിയതായി ചേർത്തും കേൾത്തുമായി അള്ളാഹു വാക്ക് തരട്ടെ. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وبإذن الله. വിശുദ്ധി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശനത്തിൽ ജീവിതത്തെ പ്രതി വർഷത്തിലും പാലിച്ചിട്ട് മുത്തഖിയായിട്ട് ജീവിക്കണം. സ്വന്തത്തെ മറക്കാൻ ഓരോ നഫ്സിനൊട്ടിയും വസിയത്തായി ഉപദേശിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ചൊന്നു പറഞ്ഞതായി രക്ഷയിട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കബറുന്ന പള്ളിയിൽ വന്നിട്ട് വലിയൊരു അപകടത്തിൽ അതേപോലെ
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹജ്ജിന് പോകുമ്പോൾ ഇന്നത്തെ ഒരു ഉംറക്ക് പോകുമ്പോൾ ഞങ്ങളെ സഹോദരന്മാർ ചുമ്മാ ബേജാറാണ്. എന്നിട്ട് സഹോദരന്മാർ ഉംറക്ക് പോകുമ്പോൾ ഒരു ഹജ്ജിക്ക് ആ ഇഖ്റ ചെന്നതായ പോകുമ്പോൾ ആ ജാഗയ്ക്ക് പോകുമ്പോൾ തൗഹീദിന് വേണ്ടി ആ സ്വഹാബാക്കന്മാരും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കഷ്ടപ്പെട്ടായി ആ ജാഗയ്ക്ക് പോകുമ്പോൾ പോലും ഇന്ന് ഒരേ ആൾമാർ വിളിച്ചിട്ടും ഒരേ മൗലൂദിനാക്കിയിട്ടും ഒരേ കുത്തുകേക്കുമാക്കിയിട്ടും ഇന്നേക്ക് പട്ടായി പോയി ചുമ്മാ ബേജാറാവും. ഇങ്ങനത്തെ അവസ്ഥയിൽ എന്താണ് സമുദായത്തിൽ യാഹയ നടത്തുന്നത്? എന്തിനേക്ക് കുത്തുകേറ്റി ഉണ്ടായി, എന്തിനേക്ക് കുത്തുപൂജുണ്ടായി, ഇങ്ങനെ കുത്തുകേറ്റരെ കുത്തുപുര അർത്ഥം എന്തിനെ എല്ലാത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ കുത്തുബുൽ ആല ചൊല്ലാ ആര് എല്ലാത്തെ നിയന്ത്രിക്കുന്ന ആൾമാർ ആരത് ഇങ്ങനെ ചൊല്ലുതായെങ്കിൽ ആൾമാർ ആക്ഷേപിച്ചായെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന ആൾമാർ സിഎം മറുപടിക്കുന്നത്. ഇടീ ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾ സിഎം മറുപടിക്കുന്നത്. ഇನ್ನು മൊഹിദ്ദീൻ മാലിക്കിനെ ഓതണമെന്നുണ്ടായെങ്കിൽ അതിന് അർത്ഥം ആരെങ്കിലും പഠിച്ചാറുണ്ടായെങ്കിൽ അതിന് എനിക്ക് കാണുമ്പോൾ അതിന് മാത്രം ബാരില്ല ഞങ്ങളുടെ ലാംഗ്വേജിൽ മാത്രം ഉണ്ടായെങ്കിൽ എല്ലാവരും അറിയാൻ തരുന്നത്. അത് മലയാളം അറബിയായതുകൊണ്ട് ആർക്കും ഉണ്ടായിട്ടില്ല വിഷയത്തിന്. അതിൽ നമ്മൾ പഠിക്കപ്പെടുണ്ടായെങ്കിൽ അതിൽ ട്രാൻസ്ലേറ്റ് അങ്ങനെ ആക്കിയാണ് അത് ഇങ്ങനെ ആ ചൊല്ലുമ്പോൾ അതേ ആളുകൾ കണ്ണ ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് അതിൽ ബുക്ക് പോലും അത് എടുത്തിട്ട് ഓതിന്റെ ആ വിഷയം ഉണ്ടാവും. അതിൽ എന്തൊരു ചൊല്ലില്ലേ കുത്തുബുൽ ആല മൊയ്തീൻ ഷേഖിലെ കുത്തുബുൽ ആല ചൊല്ലില്ലേ ಅಂದ್ರೆ കാലിതല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നവരല്ല, എല്ലാ ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾമാരെ ഒരു നേതാവായിരിക്കും മൊയ്തീൻ ഷേഖ് ചൊല്ലു. അത്തരം ഗംഭീരമായിട്ട് പലക്കായിട്ട് ചൊല്ലുന്നു. ഇന്ന് മൊയ്തീൻ ഷേഖിന്റെ എടുത്ത കയ്യിൽ സ്വർഗത്തെ ಬಲ್ತೆ ಸ್ವರ್ಗದ ಬಾವುಟಂ ಎಟ್ಟಗೆ ನರಕದ ಬಾವುಟ ಮುಂದೆ ಅದೆಲ್ಲ ಕಾಣುವುದು ನಮ್ಗೆ ಸಾಧ್ಯ. ಕೊರೇ ಬಲ ಇರ್ತದೆ, ಕೊರೇ ಕಟ್ಟು ಕಥೆ ಆಗಿದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಕೊರಕನ ಆಗಿದ್ದು ಸಿಫಾತ್ನ ಆಗಿದ್ದಾರೆ. ಇದರಲ್ಲಿ ಯಾರು ಉಲ್ಲೇಖ ಅಂತ ನಮ್ಗೆ മനസ്സിലാക്ക. ಇನ್ನು ಅದು ಮಾತ್ರವಲ್ಲ, ಇನ್ನು ಬಂದಿದ್ದಾಗಿದ್ದ ನೆಕ್ಸ್ಟ್ ತಿಂಗಳು ರಬ್ಬಿಲ್ ಅವಲ್ ಇನ್ನು ತೊಡಂಗಿಲ್ಲ. ಕೊರೆ ಆಲ್ ಮಾಡಿದ್ರೆ ಬೇರೆ ಚೇಂಜ್ ಹಾಕ್ಯಾರ ಮೌಲೂದ್ರ ತಿಂಗಳು ಹೌದು ಆಲ್ ಮಾರ್ಗ ಹಿಂದಿನ ಅಂತ ಬೋಲ್ಕೊಂತಿಲ್ಲ. ಹಂಗೆ ನಿಲ್ಸಿದ್ರೆ ರಸೂಲ್ ಮದ್ದು ಹಾಕಿರಲ್ಲ ಹಿಂದ್ರೆ ಅದು ಚೊನ್ನೋಗಿ ಹೆಸರಿತರ ವಿಷಯ ಬಂದೋಗಿ ರಸೂಲ್ಗೂ ಬೋನು ಅಲ್ಲಾಹ್ ಸ್ಥಾನ ಹಿಡಿದು ಕೊಟ್ಟೋಗಿಲ್ಲ. ರಸೂಲ್ ಮದ್ದು ಹಾಕಿದ್ದು ಅಲ್ಲಾಹ್ ಸ್ಥಾನ ಹಿಡಿದು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕೊಟ್ಟೋಗಿಲ್ಲ. അതിന് വേറെ ഇന്നത്തെ ആൾമാർ ഇന്നത്തെ മുസ്ലിം സമുദായ പോയതും നമുക്ക് എന്തിനെന്ത് കൊണ്ട് ഗൊന്തില്ലാതെ കൊണ്ടെത്തിക്കില്ല. അത് എന്തിനു ചൊന്നത്തില്ല നമുക്ക് ഗൊന്തില്ലാതെ കൊണ്ടെത്തിക്കില്ല. എത്ര ആൾമാർ അങ്ങനെ എത്തിക്കില്ല. ഞങ്ങൾക്ക് കൂലി കിട്ട്, ഞങ്ങൾക്ക് ഇതിന് പുണ്യം കിട്ട്, ഞങ്ങൾ നല്ലതാക്കാൻ നിശ്ചിതായിരിക്കില്ല. ഇന്നതിനുള്ള അക്രമേതുള്ള സഹോദരന്മാരെ ഇങ്ങനത്തെ ആൾമാർക്ക് ഞങ്ങൾക്ക് ചൊന്നു നോക്കാനായിരുന്നു. യഥാർത്ഥ ദീന ചൊന്നു ഞങ്ങൾക്ക് നമുക്ക് എത്തുപാടുണ്ടായത്. ഞങ്ങളുടെ മേലെ വലിയൊരു ദൗത്യത്തിക്ക് സഹോദരന്മാരെ ഞങ്ങളുടെ മേലെ വലിയൊരു ദൗത്യത്തിക്കില്ല. ಈ ದೌತ್ಯತೆ ನಮ್ಮೆಲ್ಲರೂ ಒಟ್ಟಿಗೆ ಸೇರ್ತಿಕೊಂಡು ಆಲ್ಮಾರಿಗೆ ಎದುರುಮಾಡಲಾಯಿತು. ಇಲ್ಲಂತ ಎಲ್ಲರೂ ನಷ್ಟ ಇದ್ದಕ್ಕೆ ನನ್ನ ಸಮುದಾಯಕ್ಕೆ ಆಡ್ಕೊಂಡಿರ್ಕೊಂಡು ನಾವು മനസ്സിലാക്കുക. ವರ್ಕರು ತೌಹೀದ್ ಇಲ್ಲದ ಆಲ್ಮಾರು ವರ್ಕರು ಬೋನ್ ಸ್ವರ್ಗಕ್ಕೆ ಪ್ರವೇಶಿದ್ದಾರೆ ಎಂದು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಡಿದಂತೆ ಅಪ್ಪ ನನ್ನ ಈ ಅಕೀದತ್ತು ಸಮಯ ಇಲ್ಲ ಅಂತ ಆಯ್ತು. ಅಕೀದತ್ತು ಸಮಯ ಇಲ್ಲ ಅಂತ ಆಯ್ತು. ವರ್ಕರು ನಾವು ಸ್ವರ್ಗಕ್ಕೆ ಹೋಗಲ್ಲ ಚಂತು ನನಗೆ ಸ್ವಲ್ಪ ಸ್ವರ್ಗಕ್ಕೆ ಕೊಂಡೆಗೆ ಆಲ್ಮಾರು ಇಟ್ಟಿತ್ತು. ഞങ്ങളെ ഔത്തുൽ കുറനിക്കുവാർ സിദ്ധാർത്ഥങ്ങൾ, ഞങ്ങളെ മൂത്തമാരിക്കുവാർ, ഞങ്ങളെ അപ്പമാരിക്കുവാർ, ഞങ്ങളെ രായത്തായിരിക്കുവാർ, ഞങ്ങളുടെ ഫാമിലിക്കുവാർ നമുക്ക് നമുക്ക് യഥാർത്ഥ തൗഹീദ് ಅಂದ್ರೆ ರಸೂಲ್ ಆರು ಸಹಾಬಕಮಾರು ಸುಂತಾನ ಪಡಿಪಾಡಿ ಕೊಡ್ಕೊಂಡು ಹಂಗೆ ಇಂದ್ರ ಆಚಾರ ದೀನ ಬೇಡಿತ್ತು ಸುಂತಾನ ನಮ್ಗೆ ಪಡಿಪಾಡಿ ಕೊಡ್ಕೊಂಡು ಯಥಾರ್ಥ ಚರಿತ್ರೆ ಅಂತ ಸಂತು ഞങ്ങളുടെ സഹോദരന്മാർക്ക് പടിപാടി കൊടുക്കണം. ഇതേപോലെ കുറെ ആൾമാർ വസിയത്താക്കിയാണ്. ഞങ്ങളുടെ ഒരു ദായിയായിട്ട് ഇബ്രാഹിം സൗസർ അയാളുടെ മൂത്തോളുടെ കിടവും ചൂട് ഉഷാറില്ല. പ്രത്യേകമായിട്ട് തുറന്നു ചെന്നു ചെന്നിട്ടായെങ്കിൽ ഇന്ത്യയിലെ നാല് അങ്ങനെ ഹോസ്പിറ്റലുണ്ട്. കിടവ് തമിഴ്നാട് ഷിഫ്റ്റ് ആക്കുന്നുണ്ട്. അതേപോലെ ലിവർ ആയിട്ട് ആൾക്ക് ഡാമേജ് ചെറിയ കിടവും ലിവർ ആയിട്ട് ആൾക്ക് ഡാമേജ് ചെയ്തു. ആ കിടവ് അനുകൂലാത്ത ಖರ್ಚും അതിനു വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹു ആ കിടവിനെ അവരെത്ര വേഗം ശിഫാക്കി കൊണ്ടിട്ടുണ്ട്. അതേപോലെ കുറെ ആൾമാരുടെ ക്യാൻസറും അതേപോലെ വേറെ രൂപത്തെ രോഗത്തിൽ ബാധകമായിട്ടുള്ളവർ ഇത് പല്ലിൽ വളാൻ എത്രമാത്രം ഔത്തുണ്ട് വെച്ചിട്ടുള്ളവർ ആദ്ര ഇന്നും പല്ലിൽ വളായിട്ടുള്ള എത്രമാ ആൾമാരുള്ളവർ റബ്ബേ അങ്ങനെ എല്ലാവരെയും ആ മുസീബത്തിൽ നിന്ന് ദൂരാക്കിക്കൊണ്ട് റബ്ബേ ഒരു കൂട്ട സ്വർഗത്ത് പോകും ഒരു കൂട്ട നരകത്ത് പോകുമ്പോൾ സ്വർഗത്ത് കൊണ്ട് യഥാർത്ഥ മുത്തക്കിമാരെ കൊടുത്ത് എല്ലാവരും ആക്കി തരട്ടെ റബ്ബേ. അതേപോലെ ഞങ്ങൾ ഇത് മറിച്ചുപോയതായിട്ട് എത്ര ആൾമാർ നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് ചോദിച്ചുകൊണ്ട് റബ്ബേ
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.